Hello everyone, welcome to Disha Academy. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ കീഴിൽ വരുന്ന 10ാം ക്ലാസ് യോഗ്യതയിൽ എഴുതാൻ കഴിയുന്ന എക്സാമിനേഷനായ SSC MTS ഹവൽദാറിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാം പാറ്റേണിന്റെ വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഇപ്പോൾ ലൈവായിട്ട് റൺ ചെയ്യുകയാണ്. അതിന് വേണ്ടിയായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ പലരും ചോദിച്ച കമന്റ് സെക്ഷനിൽ അറിയിച്ചിട്ടുള്ള ഡൗട്ട്സിന്റെ ഒരു ക്ലിയറൻസ് സെഷനാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളെല്ലാം ഈ ഒരു എക്സാം പാറ്റേൺ കൃത്യമായി മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സോൾവ് ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾ എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ്, സിംഗിൾ സ്റ്റേജ് എക്സാമിനേഷൻ ആണ് SSC MTS എന്ന് പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും അതിനകത്ത് വരുന്ന കുറേ SSC ഫിക്സ് ചെയ്തിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിലൂടെ നമ്മൾ കടന്നു പോയാൽ മാത്രമേ നമുക്ക് ജോലി കയ്യിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു സ്റ്റേജസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒരു ടയർ 1 എക്സാമിനേഷൻ കഴിഞ്ഞ ഉടനെ ഒരു ഫിസിക്കൽ ഉണ്ടാവും, മെഡിക്കൽ ഉണ്ടാവും, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും. നിങ്ങൾ പലരും ചോദിച്ചു ഫിസിക്കലിന് എന്തെങ്കിലും സ്റ്റാൻഡേർഡോ മെഷർമെന്റോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചോദിച്ചു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന മെഡിക്കലിന് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സോ ക്രൈറ്റീരിയോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചോദിച്ചു. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ പറഞ്ഞോളട്ടെ, ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ഡേറ്റ് എന്ന് പറയുന്നത് 26th ജൂൺ ആണ്. നിങ്ങൾക്ക് 24 ജൂലൈ വരെ നിങ്ങളുടെ ടൈം ഉണ്ട്. ആ ഒരു ടൈം ലൈൻ നിങ്ങൾ ശ്രദ്ധിക്കുക. 24 ജൂലൈ വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. മൈ SSCയുടെ വെബ്സൈറ്റിൽ കയറിയോ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തോ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അത് ശ്രദ്ധിക്കുക. പിന്നെ ആധാർ വെരിഫിക്കേഷൻ നിങ്ങൾക്ക് ചെയ്തിട്ട് കിട്ടാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ശ്രദ്ധിക്കുക. മറ്റൊരു ഫോണിൽ നിന്നോ മറ്റൊരു ലാപ്പിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്തുള്ള കഫേലോ ചെന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. റിസ്ക് എടുക്കാൻ നിൽക്കാതിരിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, നിങ്ങളുടെ ഫോട്ടോസ് നിങ്ങൾക്ക് കിട്ടാത്തതിൻ്റെ മെയിൻ കാര്യം ഇതാണ്. ആധാർ എന്ന് പറയുന്ന ഒരു ആധാറിൻ്റെ ഒരു സൈറ്റും കൂടെ ഉണ്ട്. അതും കൂടെ ഡൗൺലോഡ് ചെയ്ത് ഫോട്ടോ ക്യാപ്ചർ ചെയ്യാൻ അവർ ആവശ്യപ്പെടും. അതാണ് ഞാൻ പറഞ്ഞത്, സ്വന്തം ഫോണിൽ നിന്ന് പറ്റിയില്ലെങ്കിൽ മറ്റൊരാളുടെ ഫോണിൽ നിന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് വാക്കൻസിയുടെ കാര്യമാണ്. നിങ്ങൾക്ക് പലർക്കും എന്താണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹവൽദാർ ഇത്രയും വലിയൊരു എക്സാമിനേഷനാണ്, കോമ്പറ്റീഷൻ കൂടുതലാണ്. അപ്പോൾ എങ്കിൽ പോലും ഹവൽദാറിന് 1075 എന്ന് പറയുന്ന ഒരു വാക്കൻസി മാത്രമേ ഫിക്സ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വാക്കൻസി എന്തായാലും ഇൻക്രീസ് ചെയ്യും. ഉറപ്പായിട്ടും ഒരു 5000 എബോവ് ആയിട്ട് എന്തായാലും ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ഉറപ്പായിട്ടും കഴിഞ്ഞ പ്രാവശ്യം 10,000 നിയർ ബൈ വാക്കൻസി വന്നുവെങ്കിൽ ഇത്തവണ 5000 പ്ലസ് എങ്കിലും വാക്കൻസി വരേണ്ടതാണ്. മാത്രമല്ല ഇവിടെ MTS ടു ബി അനൗൺസ്ഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഈ പറയുന്ന നിങ്ങൾ അപ്ലൈ ചെയ്തവരാണെങ്കിൽ, അപ്ലൈ ചെയ്ത ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി കാണും. പോസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. പോസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നിങ്ങൾക്ക് എന്ത് വേണ്ടി വരും, ഈ പറയുന്ന പോസ്റ്റുകൾ പ്രിഫർ ചെയ്യേണ്ടി വരും. അതായത് MTS ആണോ ഹവൽദാർ ആണോ വെക്കേണ്ടതെന്നുള്ള ഒരുപാട് കോളംസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ കോളംസിൽ എന്തായാലും നിങ്ങൾക്ക് എന്തുണ്ട്, MTS വരാൻ പോകുന്നു എന്നുള്ളവരിൻ്റെ MTS എന്ന് വെച്ചാൽ അനൗൺസ് ചെയ്യും, വാക്കൻസി ഇനിയും റിപ്പോർട്ട് ചെയ്യുമെന്നുള്ളതിനുള്ള തെളിവാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, ആ പോസ്റ്റ് പ്രിഫറൻസിൽ തന്നെ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും സ്റ്റേറ്റ് വൈസ് വാക്കൻസി തരാത്തത് കൊണ്ട് തന്നെ അവരെന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, MTS കേരള, MTS തമിഴ്നാടു, MTS കർണാടക, MTS ഗോവ, MTS മഹാരാഷ്ട്ര എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, MTSന്റെ വാക്കൻസി അവരിങ്ങനെ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നമ്പർ അനുസരിച്ചാണ് നമ്മളിവിടെ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ഇത് 64, 65, 66 ആണെങ്കിൽ നമുക്ക് ഏതാണ് വേണ്ടത്, ഇപ്പോൾ കേരളയാണെങ്കിൽ ഫസ്റ്റ് 64 കൊടുക്കുക. രണ്ടാമത് നമുക്ക് തമിഴ്നാട്, MTS തന്നെ വേണം, എനിക്ക് തമിഴ്നാട് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ തമിഴ്നാട് കൊടുക്കുക. എനിക്ക് എവിടെ പോയി വേണമെങ്കിലും ഞാൻ ജോലി ചെയ്യാൻ തയ്യാറാണ്, എനിക്ക് എന്ത് മതി, MTS മതിയെന്ന് തോന്നുന്നവർ ആദ്യമൊക്കെ എന്ത് ചെയ്യുക, MTS ഫില്ല് ചെയ്യുക. പക്ഷേ ഹവൽദാറിൻ്റെ അവർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. വാക്കൻസി റിപ്പോർട്ട് ചെയ്ത 2 സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം കസ്റ്റംസും അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തുള്ള നമ്മുടെ ടാക്സ് ഡിപ്പാർട്ട്മെന്റുമാണ്. ഓക്കെ, അത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യാമായിരുന്നു. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് കഴിഞ്ഞിട്ട് ഫില്ല് ചെയ്യാനുള്ള കാര്യമുണ്ട്. അതായത് MTS പിന്നെ ഫില്ല് ചെയ്താലും മതി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ പ്രിഫറൻസ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ എന്തായാലും MTSന്റെ വാക്കൻസി ഉറപ്പായിട്ടും കൂടാനുള്ള ഒരു ചാൻസ് അവർ അപ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്തായാലും MTSന്റെ വാക്കൻസി എന്തായാലും അവർ അനൗൺസ് ചെയ്യും. ഹവൽദാറിനെയും അതിൻ്റെ ഒപ്പം തന്നെ കൂട്ടാനുള്ള ചാൻസസ് ഉണ്ട്. എന്തായാലും ഇപ്പോൾ പ്രിഫറൻസ് കൊടുക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് MTS കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഹവൽദാർ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അടുത്തതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു സിംഗിൾ സ്റ്റേജ് എക്സാമിനേഷൻ ആണ്. സ്റ്റേജ് എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കേണ്ട കാര്യം ഒരൊറ്റ സ്റ്റേജിലാണ്. അതായത് റിട്ടൺ എക്സാമിനേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ എന്ന് പറയുന്ന ടയർ 1 എക്സാമിനേഷൻ ഒരൊറ്റ എണ്ണേ ഉള്ളൂ. MTS അപ്ലൈ ചെയ്തവർക്ക് എന്താണ്, ആ ഒരു സംഭവം മാത്രമേ വരുന്നുള്ളൂ.
ഹവൽദാറുകാരാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഓൺലൈൻ CBT എക്സാമിനേഷൻ പ്ലസ് ഒരു എന്തുണ്ട്, ഫിസിക്കലും കൂടെ നിങ്ങൾ നേരിടേണ്ടി വരും. ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക് ഉള്ള ഫിസിക്കലൊന്നും അല്ല, നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫിസിക്കലാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അത് ക്ലിയർ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പോസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾ കൊടുത്തപ്പോൾ, പോസ്റ്റ് പ്രിഫറൻസ് അല്ലെങ്കിൽ കൊടുക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ പോസ്റ്റ് പ്രിഫറൻസിൽ നിങ്ങൾ MTSും വച്ചിട്ടുണ്ട്, ഹവൽദാറും വച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്തിൽ കയറേണ്ടി വരും, ഹവൽദാറിന്റെ ഫിസിക്കലിന് എൻട്രി ചെയ്യേണ്ടി വരും. കാരണം ഈ പറയുന്ന ഓൺലൈൻ എക്സാമിനേഷൻ ക്വാളിഫൈ ആയ ഫസ്റ്റ് വരാൻ പോകുന്നത് ഹവൽദാറിന്റെ ഫിസിക്കലിന്റെ കട്ട് ഓഫ് ആയിരിക്കും. ആദ്യം ഫിസിക്കൽ ഓടിയെടുക്കേണ്ട ആൾക്കാരുടെ കട്ട് ഓഫ് ആയിരിക്കും അവർ റിലീസ് ചെയ്യുന്നത്. MTS ഈ ഹവൽദാറിന്റെ ഫിസിക്കലും കഴിഞ്ഞിട്ട് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, MTSന്റെ കട്ട് ഓഫ് റിലീസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഹവൽദാറിന്റെ കട്ട് ഓഫ് ആദ്യം വരുന്നത് കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളും എന്ത് ചെയ്യേണ്ടി വരും, ഫിസിക്കലിന്. ഇപ്പോൾ MTS നിങ്ങൾ ക്വാളിഫൈ ആയി എന്ന് വിചാരിച്ചോളൂ, നിങ്ങളുടെ മാർക്ക് അനുസരിച്ച് നിങ്ങൾ ക്വാളിഫൈ ആയി. കാരണം എപ്പോഴും ഹവൽദാറിനെക്കാളും ഒരുപടി 1-2 മാർക്കിന് കൂടുതൽ MTS തന്നെ ആയിരിക്കും നിൽക്കുന്നത്. എന്തായാലും ഹവൽദാർ എന്തായാലും MTS ക്ലിയർ ആയ ഒരാൾ എപ്പോഴും എന്ത് ചെയ്യും, ഹവൽദാർ ക്വാളിഫൈ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഹവൽദാർ നിങ്ങൾ വച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കും എന്ത് ചെയ്യേണ്ടി വരും, ഫിസിക്കലിന് ജോയിൻ ചെയ്യേണ്ടി വരും. അതായത് ഇതൊരു കോമൺ പ്രൊസീജിയർ ആയിട്ട് തന്നെ കാണുക. അതായത് ഓൺലൈൻ എക്സാമിനേഷൻ പ്ലസ് ഫിസിക്കൽ. ഇനി മാത്രമല്ല, ഹവൽദാർ വയ്ക്കാതെ എനിക്ക് അത്രയും മാർക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ളവരാണെങ്കിൽ MTS മാത്രമാണ് വെച്ചതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരില്ല, ഫിസിക്കൽ അറ്റൻഡ് ചെയ്യേണ്ടി വരില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഫിസിക്കൽ കൊടുക്കാത്തത്. പക്ഷേ MTS എഴുതി ഹവൽദാറും കൂടെ കൊടുത്തിക്കുന്ന ആൾ, പോസ്റ്റ് പ്രിഫറൻസിൽ കൊടുത്തിക്കുന്ന ആൾ ഉറപ്പായിട്ടും ഓൺലൈൻ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യേണ്ടി വരും, ഫിസിക്കലും അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതവിടെ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഫിസിക്കൽ കഴിഞ്ഞ് ക്ലിയർ ആയതിനു ശേഷമാണ് എന്തിടുന്നത്, MTS ഹവൽദാർ എന്ന് പറയുന്ന കട്ട് ഓഫ് ഇടുന്നത് അല്ലേ. MTS ഹവൽദാർ, ഈ ഹവൽദാറിന്റെ ഫിസിക്കൽ ക്ലിയർ ആയവർ ക്ലിയർ ആയി, അത് കഴിഞ്ഞിട്ടാണ് MTSന്റെ കട്ട് ഓഫ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ക്വാളിഫൈ ആയവർ അറിയും. അത് കഴിഞ്ഞ ഉടനെ അവർ എന്തിന് വിളിക്കുമെന്ന് അറിയാമോ, ഇത് കഴിഞ്ഞ ഉടനെ അവർ എന്ത് വിളിക്കും, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഡേക്ക് വേണ്ടി വിളിക്കും. ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ്റെ അന്നായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മെഡിക്കൽ അറ്റൻഡ് ചെയ്യേണ്ടത്. എന്ത് അറ്റൻഡ് ചെയ്യേണ്ടത്, മെഡിക്കൽ അറ്റൻഡ് ചെയ്യേണ്ടത്. അത് കുറച്ച് ദിവസം എടുക്കും കേട്ടോ. ഫിസിക്കൽ കഴിഞ്ഞു, അതിന്റെ ലിസ്റ്റും വന്നതിന് ശേഷമേ മെഡിക്കലിന് വേണ്ടി നിങ്ങളെ വിളിക്കുകയുള്ളൂ. ശരിക്കും ആ പ്രൊസീജിയർ എന്തിനു വേണ്ടിയിട്ടാണ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പ്രൊസീജിയറാണ്. ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പ്രൊസീജിയറിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 4 ഡോക്യുമെന്റ്സുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങൾ എന്താണ്, എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്, 10ാം ക്ലാസ് യോഗ്യത നിങ്ങൾ കൃത്യമായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തതാണെന്ന് ചെയ്യുന്ന എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്. രണ്ടാമത്തത് നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. എന്താണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്? കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. നിങ്ങൾക്ക് എവിടെയും അപ്ലൈ ചെയ്യാൻ ഇപ്പോൾ ഇല്ല, അപ്ലോഡ് ചെയ്യേണ്ട ഒരു ഡോക്യുമെന്റ്സ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യാനില്ല. പക്ഷേ നിങ്ങളുടെ ക്രൂഷ്യൽ ഡേറ്റ് 1/8/2025 നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഇരിക്കുന്ന കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, SC/ST ആയിക്കോട്ടെ, OBC ആയിക്കോട്ടെ, EWSന്റെ സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്തിൻ്റെയാണ് നമ്മുടെ EWSന്റെ സർട്ടിഫിക്കറ്റ്, എന്ത് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും നിങ്ങളുടെ കയ്യിൽ എന്തായിരിക്കണം, വാലിഡ് ആയിരിക്കണം. 1/8 വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണം. 2/8 അതിൻ്റെ വാലിഡിറ്റി തീർന്നാലും കുഴപ്പമില്ല, പക്ഷെ 1/8 നിങ്ങളുടെ വാലിഡിറ്റി ഉണ്ടാവണം. അപ്പോൾ അപ്ലൈ ചെയ്ത സമയത്ത് നിങ്ങൾ വാലിഡ് ആണെന്ന് കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക, കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കൃത്യമായി ശ്രദ്ധിക്കും കേട്ടോ. അവർ ജനറൽ കാൻഡിഡേറ്റ്സിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സ്റ്റെപ്പും ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. അതേസമയം കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് കുറച്ച് ടൈം എടുക്കും. കാരണം അവർ അത്രയും ക്രോസ് ചെക്ക് ചെയ്യും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അല്ല നമ്മുടെ ഇത്രയും ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു എക്സാമിനേഷൻ ആണ്, അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ എന്ത് ചെയ്യേണ്ടത്, കോമ്പറ്റീഷൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിങ്ങളെ എങ്ങനെയെങ്കിലും റിജക്റ്റ് ചെയ്താൽ മതി അവർക്ക്. അതിപ്പോൾ ഫിസിക്കലിൻ്റെ സ്റ്റേജിലാണെങ്കിൽ ഫിസിക്കൽ, മെഡിക്കലിനാണെങ്കിൽ മെഡിക്കൽ, ഈവൻ ഡോക്യുമെന്റ് വെരിഫിക്കേഷനിൽ ഒരു ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്തില്ല എന്ന് പറയുന്നത് നമ്മളവിടെ കരഞ്ഞു വിളിച്ചിട്ട് കാര്യമില്ല. നമുക്കവിടെ എലിമിനേറ്റ് ചെയ്യണമെന്ന് അവർ തോന്നിയാൽ എലിമിനേറ്റ് ചെയ്യും. കാരണം നമ്മുടെ പിന്നിൽ ഒരുപാട് ആൾക്കാർ നിൽപ്പുണ്ട്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഒരു കോമ്പറ്റീഷൻ ഫീൽഡിൽ ഒരു എക്സാം എഴുതുന്ന സമയത്ത് അത് അത്രയും സീരിയസ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റും അവിടെ ചെക്ക് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് വരുന്നതാണ് നമ്മുടെ ഈ പറയുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. എന്ത് സർട്ടിഫിക്കറ്റ്? മെഡിക്കലിൻ്റെ സർട്ടിഫിക്കറ്റ്. പിന്നെ നമ്മുടെ വെരിഫിക്കേഷൻ ചെയ്യാനായിട്ട് ആധാർ ആയിരിക്കും ചോദിക്കുന്നത്. ആധാർ വെച്ചിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ആധാർ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ കയ്യിൽ കരുതുക. പിന്നെ വരുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് മെഡിക്കലിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ എടുത്തു വെക്കണം, അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ്റെ ഒരു മെയിൽ വരും. നിങ്ങളുടെ മെയിൽ ഉണ്ടല്ലോ, നിങ്ങൾ കൊടുത്തിട്ടുള്ള മെയിലിലേക്ക് നിങ്ങൾക്ക് എന്ത് വരും, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ്റെ ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളും വരും. അതായത് നിങ്ങൾ സെലക്റ്റഡ് ആണ്, നിങ്ങൾ വരുമ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഫോം വരും. ഈ ഫോമിൻ്റെ ഒപ്പം തന്നെ എന്തും വരും, ഒരു മെഡിക്കലിൻ്റെ ഒരു ഫോം വരും. എന്ത് വരും? ഒരു മെഡിക്കലിൻ്റെ ഒരു ഫോം വരും.
ഈ മെഡിക്കലിൻ്റെ ഫോമിനകത്ത് നിങ്ങൾക്കുള്ള കുറേ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതുണ്ടോ യെസ് ഓർ നോ എന്ന് പറഞ്ഞ് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്തുള്ള ഹോസ്പിറ്റലിൽ, കാരണം അവർ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇത് ആരെ കൊണ്ട് ചെയ്യണം, ഒരു ചീഫായിട്ടുള്ള ഒരു സർജനെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സർജനോ അല്ലെങ്കിൽ അവിടുത്തെ നമ്മുടെ എന്ത് പറയും, നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ ഇപ്പോൾ കമ്മ്യൂണിറ്റി CHC ഒക്കെ ഉള്ള നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലൊക്കെ ചെന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഒരു ഒരാൾ ചീഫ് കൺസൾട്ടൻ്റ് അല്ലെങ്കിൽ അങ്ങനെ പറയും, ചീഫ് കൺസൾട്ടൻറ്റിനെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് സൈൻ ചെയ്യണമെന്ന് പറയും. ഇങ്ങനെ എടുത്ത് കൊടുത്തിരിക്കും. ഇപ്പോൾ ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ ആൾക്കാരെ കൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ചീഫ് കൺസൾട്ടൻറ്റിനെ കൊണ്ട് തന്നെ ഒപ്പിടിയിക്കണം. ഇല്ല മെയിൽ ആണെങ്കിൽ ഒരാണിനെ കൊണ്ട് പരിശോധിച്ചിട്ട്, ഒരു ആൺ ഡോക്ടറിനെ കൊണ്ട് പരിശോധിച്ചിട്ട് തന്നെ അത് ചെയ്യണം. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അടുത്തുള്ള പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിലോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ കോമൺ ഹെൽത്ത് സെൻറ്റേഴ്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഈ ചീഫ് കൺസൾട്ടൻറ്റ് അത് അവിടെ കൊടുത്തിക്കും, അവർ മെൻഷൻ ചെയ്തിരിക്കും ആരാണ് ഇത് സൈൻ ചെയ്യേണ്ടതെന്ന്. ആരെങ്കിലും കൊണ്ട് സൈൻ ഇട്ടാൽ പോരാ, ഏതെങ്കിലും ഒരു കൃത്യമായിട്ടുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം നോക്കണം. അപ്പോൾ അവർ ഇത്രയും കുറേ കാര്യങ്ങൾ കൊടുത്തിരിക്കും. ഒന്ന് ഇങ്ങനെ നമ്പർ ഇട്ട് കൊടുത്തേക്കും. ആ നമ്പറിലൊക്കെ നിങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾ കൃത്യമായിട്ട് മെഡിക്കൽ എല്ലാം പാസ്സാവുന്നുണ്ടോ എന്ന് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആ സർട്ടിഫിക്കറ്റും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, കോപ്പിയും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, കയ്യിൽ കരുതണം. അതും കൂടെ കൊണ്ടുവേണം നിങ്ങൾ എന്തിനു പോകാനായിട്ട്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പോകാനായിട്ട്. കുറച്ച് ദൂരെ ആയിരിക്കും, ചിലപ്പോൾ ബാംഗ്ലൂർ അങ്ങോട്ടൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് തന്നെ കിട്ടണമെന്നില്ല. എന്തായാലും KKR റീജിയൻ കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ KKR റീജിയൻ്റെ എവിടെയെങ്കിലും തന്നെ ആയിരിക്കും വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ എടുക്കാനായിട്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കുറേ അനക്സേഴ്സ് അവർ എന്ത് ചെയ്യും, അയക്കും. ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മെയിലിൽ വരുന്ന സമയത്ത് കുറേ അനക്ഷേഴ്സ് അയക്കും. അതിലുള്ള എല്ലാ ഡോക്യുമെന്റ്സും നിങ്ങൾ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യാനായിട്ട് അവർ പറയും. അതെല്ലാം സബ്മിറ്റ് ചെയ്യണം. അഥവാ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ആ സമയത്ത് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തും എടുക്കണം, നിയർ ബൈ കോർട്ടിൽ ചെന്ന് എന്ത് ചെയ്യണം, അഫിഡവിറ്റ് എടുക്കണം. അത് നമ്മുടെ ലാസ്റ്റ് പ്രൊസീജിയേഴ്സ് ആണ്, അതിനുള്ള ടൈമുണ്ട്. പക്ഷെ നിങ്ങൾ ഓർത്ത് വെക്കുക, ഇതൊക്കെയാണ് നിങ്ങൾ അവർ ചെയ്യേണ്ട ഒരു പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫൈനൽ സ്റ്റേജ് ആയിട്ടുള്ള ഡോക്യുമെന്റ് വെരിഫിക്കേഷനിൽ മെഡിക്കൽ ഉൾപ്പെടെയുള്ള ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് അവർ മെയിലിൽ അയച്ചു തരും. എല്ലാം അവർ അയച്ചു തരും, ഡീറ്റെയിൽ ഉൾപ്പെടെ ചെയ്തു തരും. അതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, മെൻഷൻ ചെയ്യേണ്ടത്, ആരെയൊക്കെ സീല് വേണം, എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടത്, ഫോട്ടോ കൊണ്ടുവരുന്നു, എന്തൊക്കെ കൊണ്ടുവരണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അവർ മനസ്സിലാക്കി തരും. അത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ അവിടെ പോവേണ്ടത്. ഈ അഫിഡവിറ്റിൻ്റെ കാര്യം എന്തെങ്കിലും ഡോക്യുമെന്റ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്സോ തിരുത്തോ ഉണ്ടെങ്കിൽ നിയർ ബൈ കോർട്ടിൽ ചെന്ന് അതിൻ്റെ അഫിഡവിറ്റ് നിങ്ങൾ എഴുതി മേടിക്കണം. 10 രൂപ സ്റ്റാമ്പൊക്കെ കൊടുത്തിട്ട് അതിൽ എന്ത് ചെയ്യുക, എഴുതി മേടിക്കാനുള്ള ഒരു സാധനമാണ് അഫിഡവിറ്റ് എന്ന് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ മെയിൻ കോമൺ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ കോമൺ പ്രൊസീജിയർ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, സിംഗിൾ സ്റ്റേജ് എക്സാമിനേഷൻ എഴുതി പാസ്സാവുന്നു. പാസ്സായവരെല്ലാവരും ഹവൽദാറിൻ്റെ കട്ട് ഓഫ് കടന്നവർ അല്ലെങ്കിൽ MTSൻ്റെ കട്ട് ഓഫ് കടന്നവർ എല്ലാവരും ഫിസിക്കലിലേക്ക് ഓടുന്നു. ഫിസിക്കൽ ഓടുകയല്ല, നമ്മുടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഞാൻ പറഞ്ഞുതരാം. ഓടുകയല്ല, വാക്കിംഗ് ആണ് കേട്ടോ, വാക്കിംഗ് ആണ്. അതിൻ്റെ ഡിസ്റ്റൻസും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നേരെ നിങ്ങൾക്ക് എന്ത് വരെയാണ്, ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ്റെ ഒരു മെയിൽ വരെയാണ്. നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് ഈ ഒരു പ്രൊസീജിയറിൽ അറ്റൻഡ് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഇത്രയൊക്കെ സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സിൻ്റെ കാര്യമൊക്കെ അവരെന്ത് ചെയ്യുന്നു, മെൻഷൻ ചെയ്ത് നിങ്ങൾക്ക് മെയിലിൽ നോട്ടീസ് വരുന്നു. അത് കഴിഞ്ഞ് നിങ്ങൾ എന്തിനു പോകുന്നു, ഡോക്യുമെന്റ് വെരിഫിക്കേഷനിൽ പോകുന്നു. DVയും മെഡിക്കൽ സർട്ടിഫിക്കറ്റും എല്ലാം അവരൊന്നും ചെക്ക് ചെയ്യില്ല കേട്ടോ. അവർ നിങ്ങളെ ഒന്നും പ്രോപ്പർലി ചെക്ക് ചെയ്യാനൊന്നും വരുന്നില്ല. പക്ഷെ നമ്മൾ ഈ ഒരു കൃത്യമായി ചെക്ക് ചെയ്ത് കൊണ്ടുപോകണം. നമ്മളെ കാണുമ്പം പ്രോപ്പർലി ഒരു ഫിറ്റാണ്, നമ്മളൊന്ന് മെഡിക്കലി സ്റ്റേബിൾ ആണെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവർ വേറൊന്നും ചോദിക്കാനൊന്നും വരുന്നില്ല. നമ്മുടെ കംപ്ലീറ്റ് പ്രോസസ്സ് കഴിയുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ആവുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ജോബ് ലെറ്റർ അല്ലെങ്കിൽ അപ്പോയിൻമെന്റ് ലെറ്റർ വരുന്നു. അപ്പോൾ ആ സ്റ്റേജ് ഭയങ്കര സിമ്പിളാണ്. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതിന് ഫസ്റ്റ് എന്താ നിങ്ങൾ ചെയ്യേണ്ടത്, ഓൺലൈൻ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള പഠനം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അറിയാം എവിടെയാണ് മാർക്ക് ഇരിക്കുന്നത് എന്നുള്ളൊരു കാര്യവും എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യവും അറിയാം. പക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ഡൗട്ടിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും SSC MTSൻ്റെ ഓൺലൈൻ കോഴ്സ് എടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, പഠിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കോഴ്സ് ഓൾറെഡി ലോഞ്ച്ഡ് ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലൈവ് പ്ലസ് റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആണ്. മെൻറ്റർഷിപ്പ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസോ കാര്യങ്ങളോ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. കൃത്യമായി മനസ്സിലാക്കുക. ഇനിയുള്ളൊരു ദിവസം നിങ്ങൾക്ക് എന്താണ് വിലപ്പെട്ടതാണെന്ന് കൃത്യമായി മനസ്സിലാക്കി തന്നെ അതിന് വേണ്ടിയായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇതൊക്കെ ഒരു വർഷത്തിൽ ഒരിക്കൽ വരുന്ന ചാൻസ് ആണ്. നിങ്ങളുടെ ഏജ് പൊക്കോണ്ടിരിക്കുന്ന കാര്യമാണ്. ഇനി എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം അറിയില്ല. ഇനിയും വാക്കൻസി ഇതിനേക്കാളും കുറവായിരിക്കും എന്ന് പോലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിലേക്കൊക്കെ ഒരു ജോലി വാങ്ങിക്കുക എന്നുള്ളൊരു കാര്യമാണ് ശ്രദ്ധിക്കണം. കാരണം ഓരോ വർഷം കഴിയും തോറും ഇതിലേക്ക് എൻ്റർ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. അപ്പോൾ നമുക്ക് അത്രത്തോളം കോമ്പറ്റീഷൻ നേരിടേണ്ടി വരും. അപ്പോൾ ഉള്ള സമയം നമ്മൾ കൃത്യമായി
പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദിശ അക്കാഡമി ഏറ്റവും നന്നായിട്ട് തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസോ കാര്യങ്ങളോ അറിയുന്നെങ്കിൽ നിങ്ങൾക്ക് SSC MTSന്റെ ഓൺലൈൻ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇംഗ്ലീഷ് GKയുടെ ഒക്കെ സ്പെഷ്യൽ സെഷനായിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. എൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനും എല്ലാം ഉണ്ടായിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഓൺലൈൻ ടെസ്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓൺലൈൻ ടെസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെയാണ്. അതിൻ്റെ എക്സാം പാറ്റേൺ എന്നാലും ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്. ഫസ്റ്റ് സെഷൻ എന്താണ്? ഇതാണ് ഫസ്റ്റ് സെഷൻ. മാത്സും റീസണിങ്ങും ഇവിടെ എന്താണ് വരേണ്ടത്? ക്വാളിഫയിങ് ആണ്. ഈ ക്വാളിഫയിങ് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പ്രത്യേകിച്ചും ചെയ്യുന്നത്. ഈ പറയുന്ന 40 ക്വസ്റ്റ്യൻസ് 120 മാർക്കിനാണ് വരുന്നത് അല്ലേ? 40 ക്വസ്റ്റ്യൻസ് 120 മാർക്കിനാണ്. ഇവിടെ നമുക്ക് ക്വാളിഫയിങ് ആണ് വേണ്ടത്. 120ന് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 60 വാങ്ങിച്ചാലും ജയിക്കും. പക്ഷേ ഇതുണ്ടല്ലോ, ഒരു സംഭവം എത്തുമ്പോൾ ഇപ്പോൾ ഈ സേഫ് സ്കോർ അല്ലെങ്കിൽ ഒരു കട്ട് ഓഫ് കടക്കാനായിട്ട് എത്തുന്ന ഒരുപാട് പേര് കോമ്പറ്റീവ് ചെയ്യുന്ന ഒരു ഫീൽഡ് ആയതുകൊണ്ട് ചിലപ്പോൾ അവരെന്ത് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. നിങ്ങളുടെ ഈ ഒരു ഫസ്റ്റ് സെഷനൊക്കെ എടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നമുക്കൊരു ചാൻസ് ആണ്. അതായത് അവർക്ക് എലിമിനേറ്റ് ചെയ്യാൻ തോന്നണമെങ്കിൽ എന്ത് പ്രൊസീജിയേഴ്സ് വേണമെങ്കിലും അവർക്ക് യൂസ് ചെയ്യാം. നമ്മൾ എഴുതിയ ഒരു പേപ്പർ ഇവാലുവേറ്റ് ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ നമ്മൾ മിനിമം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ കാൻഡിഡേറ്റ്സ് ഉൾപ്പെടെയുള്ളവർ മൊത്തം 12 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. അതായത് 36ഓളം മാർക്ക് മേടിച്ചാൽ നമ്മൾ ജയിക്കും എന്നുള്ളത് വാസ്തവമാണ്. ക്വാളിഫൈ ആവും, നമുക്ക് ക്വാളിഫൈ ആയാൽ മതി. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും അങ്ങനെ ഒരു രീതിയിലേക്ക് ചിന്തിക്കാണ്ട് എപ്പോഴും 120ന് അതിൻ്റെ പകുതി മാർക്കെങ്കിലും മാക്സിമം എന്ത് ചെയ്യുക, വാങ്ങാനായിട്ട് ശ്രമിക്കുക. ഒരു 60ഓളം മാർക്ക് അല്ലെങ്കിൽ 50+ മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, മേടിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് 40 ഉണ്ടെങ്കിലും ജയിക്കാം, പക്ഷെ അത്രയും മേടിക്കാണ്ട് ഏകദേശം ഒരു 60ഓളം മാർക്ക് അത്രേ പറയുന്നുള്ളൂ. അല്ലാതെ 120ന് 120 വാങ്ങണമെന്നൊന്നും അല്ല പറയുന്നത്. പക്ഷെ ഒരു മിനിമം മാർക്ക് അവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ സെക്യൂർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മാത്രമല്ല ഈ ചെയ്യുന്ന സമയത്ത് ഈ ന്യൂമറിക്കൽ എബിലിറ്റി 20 ക്വസ്റ്റ്യനിൽ 20 ക്വസ്റ്റ്യനും ഞാൻ ചെയ്തു, അല്ല റീസണിങ്ങിൽ ഞാൻ 20 ക്വസ്റ്റ്യനും ചെയ്തു, പക്ഷെ മാത്സിൽ ഞാൻ ഒന്നും ചെയ്തില്ല. ആ ഒരു രീതി ആവരുത്. നിങ്ങൾ ചെയ്യണമെങ്കിൽ ഒരുപോലെ ചെയ്യുക. ഇതിൽ നിന്ന് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയാണ്, ഒരു 10 ക്വസ്റ്റ്യൻ ഞാൻ ഇതിൽ നിന്ന് ചെയ്യണമെങ്കിൽ ഒരു 10 ക്വസ്റ്റ്യൻ ഇതിൽ നിന്നും ചെയ്യാനായിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. കാരണം മാത്സ് ഒക്കെ സിമ്പിൾ മാത്സ് വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് ഓവറോൾ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു 12 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി എന്ന് പറയുന്നത്. എങ്കിൽ പോലും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, കുറച്ചും കൂടെ 20 ക്വസ്റ്റ്യനെ നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. പക്ഷേ 20 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇതിൽ നിന്നൊരു 10 എണ്ണം ഇതിൽ നിന്നൊരു 10 എണ്ണം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇതിൽ നിന്നൊരു മിനിമം ഒരു 5 എണ്ണമെങ്കിലും ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഇവിടെ നിങ്ങൾ അല്ലെങ്കിൽ ഒരു 20 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഇവിടെ 5 ക്വസ്റ്റ്യനെയും ഞാൻ ചെയ്തോളൂ, അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ രണ്ടും അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. ഓരോ സെഷനും കൃത്യമായി അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. അതായത് നിങ്ങൾക്ക് മാത്സിൽ ഒരു ഇതും ഇല്ല എന്നുള്ളൊരു തോന്നൽ വേണ്ട. നിങ്ങൾ മാക്സിമം ഒരു 5-6 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ റീസണിങ്ങും എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു സേഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, 45 മിനിറ്റ് നിങ്ങൾക്ക് സമയമുണ്ട് അവിടെ. 45 മിനിറ്റ്, 3/4 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇരിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കിടക്കുകയൊക്കെ ചെയ്യാം. എങ്കിൽ പോലും നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് സ്കിപ്പ് അടിച്ച് നോക്കിയിട്ട് അതിൽ പറ്റുന്ന ക്വസ്റ്റ്യൻസ് കുറച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അതെക്കൊണ്ട് പറ്റുന്ന ഒരു കാര്യമാണ്. അതെന്ത് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്യുക. 2 സെഷനും ഒരുപോലെ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം കേട്ടോ. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കാരണം നമുക്ക് അറിയാൻ പറ്റില്ല എങ്ങനെ അവർ എപ്പോഴെങ്കിലും ഒരു സംഭവം വരുമ്പോൾ അവർക്ക് ക്രൈറ്റീരിയ യൂസ് ചെയ്യണമെന്ന് തോന്നി, എനിക്ക് സെഷൻ 1ലെ പിള്ളേരുടെ മാർക്ക് അറിയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു സെഷൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും. അതുകൊണ്ടാണ് ആ ഒരു കോമ്പറ്റീഷൻ എത്തുന്ന ഒരു ടൈം എത്തുമ്പോൾ അവർക്ക് എന്ത് ക്രൈറ്റീരിയ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഞാൻ പറയുന്നത്. ഇതൊരു ഗൈഡൻസ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാനൊരു സേഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അങ്ങനെ ഒരു മാർക്കിൽ ആ ഒരു മാർക്കിംഗ് സ്കീം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. പിന്നെ സെക്കൻഡ് സെഷൻ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെയാണ്. പിന്നെ ഇവിടെ എന്തില്ല, നെഗറ്റീവ്സ് ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് അറ്റൻഡ് ചെയ്യാം. ഇവിടെ നെഗറ്റീവ്സ് ഇല്ല. പക്ഷേ ഇവിടെ എന്തുണ്ട്, നമുക്ക് നെഗറ്റീവ്സ് ഉണ്ട്. നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോഴും ഇത് മാത്രം പഠിക്കുക. ഞാൻ ചത്ത് കിടന്ന് മാത്സും റീസണിങ്ങും പഠിച്ചു എന്ന് പറഞ്ഞിട്ട് പോലും അവിടെ ഒരു കാര്യമില്ല. നിങ്ങളുടെ മാർക്ക് ഫിക്സ് ചെയ്യുന്ന ആരാണ്? ഈ പറയുന്ന 150 മാർക്കാണ്. എത്രയാണ്? 150 മാർക്കാണ് ഫിക്സ് ചെയ്യുന്നത്. ആ 150 അല്ലെങ്കിൽ 50 ക്വസ്റ്റ്യൻസ്, ആ 50 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോഴും ഈ GK എന്ന് പറയുന്ന സാധനത്തിനെ വിഴുങ്ങിക്കളയരുത്. ഉറപ്പായിട്ടും ഞാൻ പറയുകയാണ്. കാരണം GKയുടെ മാർക്ക് അവർ എന്ത് ചെയ്യാറുണ്ട്, സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അത് നിങ്ങളടുത്ത് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതായത് സേഫ് സ്കോർ എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. കാരണം എന്തുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് എന്നുള്ളൊരു കാര്യം. അവർ പേഴ്സണലൈസ്ഡ് സ്കോർ എടുക്കാറുണ്ട്. പേഴ്സണലൈസ്ഡ് സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സെഷൻ ബേസ് ചെയ്തിട്ടുള്ള സ്കോർ എടുക്കാറുണ്ട്. അവിടെ നിങ്ങളുടെ മാനദണ്ഡം, ഒരു ഇംഗ്ലീഷ് ചിലപ്പോൾ ഫുൾ അറ്റൻഡ് ചെയ്ത ആളാണെങ്കിൽ പോലും ചിലപ്പോൾ 2 പേരെ ക്രൈറ്റീരിയ, 2 പേർക്ക് ഒരുപോലെ മാർക്ക് വന്നു. അതായത് ഈ പറയുന്ന പോലെ 150-ന് നിങ്ങൾ ഒരു 2 പേരെ എടുത്തപ്പോൾ, അതായത് കോമ്പറ്റീഷൻ ആണല്ലോ, 2 പേരെ എടുത്തപ്പോൾ 2 പേർക്ക് 141 മാർക്കുണ്ട്.
പക്ഷെ ആ 141 മാർക്ക് ഉണ്ടെങ്കിൽ പോലും അയാൾ എടുക്കാനുള്ളൊരു ചാൻസ് ഇല്ല. അല്ലെങ്കിൽ പോട്ടെ 141 വേണ്ട, നമുക്ക് 126 മാർക്കുണ്ടെന്ന് വിചാരിച്ചോ. ഈ 126 മാർക്കുണ്ട്, മറ്റൊരാൾ 2 പേർക്ക് 126 മാർക്കുണ്ട്. പക്ഷേ ഈ 126 മാർക്കിൽ ഒരാളെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു ക്രൈറ്റീരിയ വരെയാണ്. അതായത് അത്ര വാക്കൻസിയേ ഉള്ളൂ, ഏതെങ്കിലും ഒരാളെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവരെങ്ങനെ മാനദണ്ഡം എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ എന്ത് മാർക്ക് നോക്കുമെന്ന് അറിയാമോ? GK മാർക്ക്. ആർക്കാണ് കൂടുതൽ GK മാർക്കെന്ന് നോക്കും. മനസ്സിലായോ? അതായത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ മാർക്കാണെങ്കിൽ പോലും GKയുടെ മാർക്കായിരിക്കും അവിടെ തുല്യത വരുന്നത്, അവിടെ ഒരു വെയിറ്റേജ് വരുന്നത് GKയുടെ മാർക്കിനായിരിക്കും. അങ്ങനെയാണ് ഒരു സ്കോർ ഇടുമ്പോൾ നമുക്കത് മനസ്സിലാവും. നമ്മൾ ഇത്രയും വർഷം അനലൈസ് ചെയ്ത് വന്നതുകൊണ്ട് തന്നെ നമുക്ക് അറിയുന്നുള്ളൊരു കാര്യമായതുകൊണ്ടാണ് പറയുന്നത്. എപ്പോഴും സ്കോർ മേടിക്കുമ്പോൾ കൂടുതൽ 2 സെഷനിലും മേടിക്കാൻ നോക്കണം. പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് GKക്ക് ഒരു പ്രത്യേക വെയിറ്റേജ് ഉണ്ട്. കാരണം GK എന്ന് പറയുന്നത് എല്ലാവർക്കും ശരിയാവണമെന്നില്ല. അത് ഇത്തിരി ഈ പറയുന്ന പോലെ ഒരുപാട് അറിവ് അല്ലെങ്കിൽ ആ ഒരു നോളജ് കൃത്യമായി യൂസ് ചെയ്ത് അത്രയും സ്മാർട്ടായിട്ട് വർക്ക് ചെയ്ത ഒരാളെ കൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഇംഗ്ലീഷ് നമുക്ക് ബേസ് ആണ് അല്ലേ? ഇംഗ്ലീഷ് ലാംഗ്വേജ് കുറേ കാര്യങ്ങൾ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പഠിച്ച് മനസ്സിലാക്കി വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ്. നമുക്കതിൽ 25 ഏകദേശം ഒരു 23ഓളം ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് വരും. പക്ഷേ GK ആണ് എല്ലാവരെയും ഒന്ന് ബാക്കിലോട്ട് വലിക്കുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് GK ആണ്. കാരണം കറണ്ട് അഫേഴ്സ് എവിടെ നിന്നൊക്കെ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. GKയുടെ ഏതൊക്കെ സെഷൻ, ഞാൻ പഠിച്ച സെഷൻ തന്നെ ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് GK ആണ് കുറച്ചും കൂടെ അവിടെ എന്താന്ന് പറയുന്നത് വെയിറ്റേജിന്റെ കാര്യത്തിലും അതിന്റെ ആ ഒരു സിഗ്നിഫിക്കൻസിന്റെ കാര്യത്തിലും ഇമ്പോർട്ടൻസ് വരുന്നത് അതിനാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 150-ന് നമ്മൾ എത്ര മാർക്ക് മേടിക്കണം? 130+ മാർക്ക് എന്തായാലും മേടിച്ചേ പറ്റുള്ളൂ. 130+ മാർക്ക് മേടിക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതിൽ നമ്മൾ GKക്ക് പ്രത്യേകം വെയിറ്റേജ് കൊടുത്ത് തന്നെ പഠിക്കാനായിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ആ ഒരു കാര്യമാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക, സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക. ഇവിടെ ഒരു ക്വസ്റ്റ്യന് 3 മാർക്കും ഒരു ക്വസ്റ്റ്യൻ നെഗറ്റീവായ 1 മാർക്ക് പോവുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കുക. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. നിങ്ങളുടെ സ്പീഡും നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള കറക്ഷൻസ്, കാരണം ഇംഗ്ലീഷൊക്കെ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ അയ്യോ ഇതാണ് ശരിയെന്ന് പറഞ്ഞ് നമ്മൾ കുത്തിപ്പോവും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാത്തിനും കൃത്യമായിട്ടുള്ള ഒരു നോളജ്, നിങ്ങൾ ആ ഒരു സ്മാർട്ടായിട്ട് തന്നെ എന്ത് ചെയ്യുക, ഓരോ കാര്യങ്ങളും കോൺഫിഡൻസോടെ ചെയ്യുന്നെങ്കിൽ പോലും അതിന് പിന്നിൽ ഒരു എന്ത് ചെയ്യുക, ഐഡിയാസ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഇത് തന്നെയാണോ വരുന്നതെന്ന് ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അത് നിങ്ങൾ മെൻറ്റാലിറ്റി ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ഒരുപാട് മിസ്റ്റേക്സ് കണ്ട് പഠിച്ച് പോയിട്ടേ കാര്യമുള്ളൂ. അത് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പർലി അനലൈസ് ചെയ്ത് തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വരുന്നത് എന്താണ്? ഫിസിക്കൽ ടെസ്റ്റ് ആണ്. ഒരുപാട് പേരുടെ ഡൗട്ടാണ് എന്താണ് ഫിസിക്കലിൽ വരുന്ന പ്രൊസീജിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് മാത്രമാണ്? വാക്കിംഗ് ആണ്. എന്താണ്? വാക്കിംഗ് ആണ്, നടന്നു പോവുക. എത്ര? മെയിലാണെങ്കിൽ 1600 മീറ്റർ 15 മിനിറ്റിൽ. എത്രയാണ്? 1600 മീറ്റർ, 1.6 കിലോമീറ്റേഴ്സ് ഇൻ 15 മിനിറ്റ്സ്. 15 മിനിറ്റ് കൊണ്ട് 1600 മീറ്റർ നടന്നെത്തുക എന്നുള്ളതാണ്. ചെറിയൊരു ഡിസ്റ്റൻസ് അല്ല എങ്കിൽ പോലും നിങ്ങളെ കൊണ്ട് പറ്റുന്നതാണ്. കാരണം ബോയ്സിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ എന്താണ്, റണ്ണിങ് ആണ് വരുന്നത്. റണ്ണിങ്ങിന് പോലും അവർക്ക് ഇതിനേക്കാളും കൂടുതൽ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഈ വാക്കിംഗ് ഡിസ്റ്റൻസ് അത്യാവശ്യം ഓക്കെയാണ്. നമുക്ക് കുറച്ചൊന്ന് സ്പീഡിന് വാക്ക് ചെയ്യണം എന്നുള്ളൊരു കാര്യമേ ഉള്ളൂ. ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. ബ്രിസ്ക് വാക്കിംഗ് പോലെയുള്ള വാക്കിംഗ് ടെക്നിക്സ് നിങ്ങൾക്ക് പിന്നെ ആയാലും യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ അതിനൊക്കെ ഉള്ളൊരു ടൈമുണ്ട്. ഫിസിക്കലിന് ടൈം നിങ്ങൾക്ക് ഉണ്ടാവും എന്തായാലും. എന്നാലും വാക്കിംഗ് ഒരു ശീലമാക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. 1.6 കിലോമീറ്റർ 15 മിനിറ്റ്സിലാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതേസമയം ഫീമെയിൽസ് ആണെങ്കിൽ, പെൺകുട്ടികൾക്കാണെങ്കിൽ എന്താണ്, 1 കിലോമീറ്റർ 20 മിനിറ്റ്സിലാണ്. 1 കിലോമീറ്റർ 20 മിനിറ്റ് എടുത്താൽ ചെയ്യേണ്ടത്. 1 കിലോമീറ്റർ 20 മിനിറ്റും ഇവിടെ 1.6 കിലോമീറ്റർ 15 മിനിറ്റിലാണ് ബോയ്സ് പോകുന്നത്. ഗേൾസിന് എത്രയാണ്? 1 കിലോമീറ്റർ 20 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. പറ്റുന്ന കാര്യമാണ്. നമ്മൾ പതുക്കെ നടന്നാലും സാവധാനത്തിൽ നടന്നാലും നമുക്ക് എത്താൻ പറ്റും. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ എത്തിയാൽ മതി, ക്രോസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ആദ്യം എത്തണം, രണ്ടാമത് എത്തണം, മൂന്നാമത് എത്തണം, അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇല്ല. നമ്മൾ പറയുന്ന ഈ 20 മിനിറ്റിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ. ആ കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഫിസിക്കൽ സ്റ്റാൻഡേർഡിൻ്റെ കാര്യം, എങ്ങനെയാണ് മെഷർമെൻറ്റ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മെഷർമെൻറ്റ് അവർ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് വരുന്നത് ഹൈറ്റ് നിങ്ങൾക്ക് എത്രയാണ്? ആൺകുട്ടികൾക്കാണെങ്കിൽ 157.5 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കുന്നത്. എത്രയാണ്? 157.5 സെൻറ്റിമീറ്റർ ആണ് ബോയ്സിന് പറയുന്നത്. ഫീമെയിൽ ആണെങ്കിൽ 152 ആണ്. പെൺകുട്ടികൾക്ക് 152, അതുപോലെ ആൺകുട്ടികൾക്കാണെങ്കിൽ 157.5 സെൻറ്റിമീറ്ററുമാണ് വരുന്നത് കേട്ടോ. 157.5 സെൻറ്റിമീറ്റർ, മറ്റടുത്ത് 152 വരുന്നത്. പിന്നെ ഷെഡ്യൂൾഡ് ട്രൈബിനാണെങ്കിൽ ഒരു +5 റിലാക്സേഷൻ വരുന്നുണ്ട്. ബാക്കിലോട്ട് ±5 കുറച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വരും? ഷെഡ്യൂൾഡ് ട്രൈബ്സിനാണെങ്കിൽ അങ്ങനെയുള്ളവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ചെസ്റ്റ് ആണെങ്കിൽ ചെസ്റ്റ് 76 സെൻറ്റിമീറ്റർ എക്സ്പാൻഡഡ് എന്നുള്ളൊരു
രീതിയാണ് ചോദിക്കുന്നത്. അൺഎക്സ്പാൻഡഡ് കേട്ടോ, മിനിമം എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്റർ, 76 ആണ് അൺഎക്സ്പാൻഡഡ് ആയിട്ട് വേണ്ടതെന്നുള്ളൊരു കാര്യം. അൺഎക്സ്പാൻഡഡ് ആയിട്ട് നിൽക്കുമ്പോൾ 76ഉം കുറച്ചും കൂടെ എക്സ്പാൻഡ് ആവും, 5 സെൻറ്റിമീറ്റർ പിന്നെയും എക്സ്പാൻഡ് ആവണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ചെസ്റ്റ് എക്സ്പാൻഷനും ഹൈറ്റും ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ആൺകുട്ടികളാണെങ്കിൽ 157.5 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതിൽ തന്നെ ST കാരാണെങ്കിൽ ഒരു -5ഉം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള പൊക്കമായാലും നിങ്ങൾക്കും അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞ് ചെസ്റ്റ് ആണെങ്കിൽ 76 സെൻറ്റിമീറ്റർ അൺഎക്സ്പാൻഡഡ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. 5 സെൻറ്റിമീറ്റർ കൂടുതൽ എന്ത് ചെയ്യണം, എക്സ്പാൻഡ് ആവാൻ വേണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, നമ്മുടെ ഫീമെയിൽസിനാണെങ്കിൽ ആകെ ഉള്ളൊരു ക്രൈറ്റീരിയ എന്താണ്, പൊക്കം 152 ആയിരിക്കണം. അവിടെയും ഷെഡ്യൂൾഡ് ട്രൈബ് ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര മതി, 152 5 കുറവെന്നുള്ള രീതിയാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വരുന്നത്, ഇത്രയേ പ്രൊസീജിയേഴ്സ് വരുന്നുള്ളൂ. മെഡിക്കലിൻ്റെയും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അതിന് നിങ്ങൾക്ക് എന്തൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സർട്ടിഫിക്കറ്റിൽ yes or no കൊടുത്താൽ തന്നെ മെഡിക്കൽ ക്ലിയർ ആവും. നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്താൽ മതി, അവിടെ സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. ഒരു കൃത്യമായിട്ടുള്ള ഒരു കൺസൾട്ടൻറ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്താൽ, ചീഫ് കൺസൾട്ടൻറ്റിൽ കൊടുത്തിട്ട് അതെന്ത് ചെയ്യും, ഒപ്പിട്ട് മേടിച്ചാൽ മാത്രം മതി, സൈൻ ചെയ്ത് മേടിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ എക്സാം പാറ്റേൺ എന്ന. വലിയ കടമ്പകളൊന്നുമല്ല, നിങ്ങളെ കൊണ്ട് മറികടക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതിനേക്കാളും വലിയ വലിയ എക്സാംസ് എഴുതേണ്ട ആൾക്കാരാണ് നിങ്ങൾ. അതുകൊണ്ട് ഇതൊക്കെ ഒരു ചെറിയ സ്റ്റേജസ് ആയിട്ട് കണ്ടിട്ട് എന്നെ എന്ത് ചെയ്യുക, മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും കൃത്യമായിട്ട് പഠിക്കേണ്ടവരെല്ലാം കൃത്യമായി പഠിച്ച് എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. മാത്രമല്ല അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് മറക്കണ്ട, അതിന് മുന്നേ തന്നെ അപ്ലൈ ചെയ്തോണം. ലാസ്റ്റ് മിനിറ്റ് ഒരു തെറ്റും വരുത്തരുത്. അതുപോലെ തന്നെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ മിസ്റ്റേക്ക് തിരുത്തിക്കോളാം അങ്ങനെ ഒന്നും വിചാരിക്കല്. സൈന്, ഫോട്ടോ എല്ലാം ശ്രദ്ധിച്ച് തന്നെ അപ്ലോഡ് ചെയ്തോണം കേട്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്. ഡീറ്റെയിൽസ് ക്ലിയർ ചെയ്ത് തരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്